സാരകാച്ചി എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ഉള്ളൊരു ഓപ്പൺ മാർക്കറ്റിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. ഇറ്റലിയിലുള്ളവർക്ക് അറിയായിരിക്കും, ഇവിടെ നമുക്ക് എല്ലാ ദിവസങ്ങളിലും മിക്കവാറും ഉള്ള സ്ട്രീറ്റ്സിലെല്ലാം ഇങ്ങനത്തെ ഓപ്പൺ മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഫ്ലീ മാർക്കറ്റ്സ് എന്നൊക്കെ പറയും. ഇത് കാണാൻ പറ്റും. എല്ലാ ദിവസവും രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒരു 2:30 വരെയും സാറ്റർഡേസിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഇത് ഓപ്പൺ ആയിരിക്കും. ഇവിടെയുള്ള ആൾക്കാർ ഈ ലോക്കൽ വെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഓപ്പൺ മാർക്കറ്റ് സിസ്റ്റം എൻകറേജ് ചെയ്യുന്നത്. മാത്രമല്ല, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും അഫോർഡബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റി സാധനം ഇവിടുന്ന് കിട്ടാറുണ്ട്. Dai ragazzi, guarda che bella la roba! E la roba bella, e la roba bella! Ai ai ai! Signore! Guarda che bella la roba! E la roba bella, e la roba bella! Ciao, buongiorno! Ciao. Prego. Vlog. 1 euro avocado, 1 euro, 1 euro. Prego caro, 1 euro avocado, 1 euro, 1 euro. Prego, prego, prego! Prego, dai! Ciao. Bene. Ciao. Yeah. Grazie. Ah? Ah? പുള്ളി എൻ്റെ അടുത്ത് കാര്യമായിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എല്ലാം ഒന്നും മനസ്സിലായില്ല. പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പം ആൾക്കാർ നമ്മളെ കാണുമ്പോൾ തന്നെ ചോദിക്കാറുണ്ട്, ഇന്ത്യൻ ആണോ? പിന്നെ ഇന്ത്യൻ എന്ന് പറയുവാണെങ്കിൽ നെക്സ്റ്റ് അവർ ചോദിക്കുന്നത് ഷാറുഖ് ഖാൻ, അങ്ങനെയാണ്. അപ്പോൾ എപ്പോൾ ഞാൻ വന്നാലും ഇവിടെ 2-3 ആൾക്കാരുണ്ട്. അവർ എപ്പോഴും ചോദിക്കും ഷാറുഖ് ഖാൻ, ഷാറുഖ് ഖാൻ എന്ന്. അവർക്ക് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഷാറുഖ് ഖാനെ ആവും ഓർമ്മ വരുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ ഫിഷ്, മീറ്റ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഈ ഒരു സ്പേസിൽ തന്നെ അവൈലബിൾ ആണ്. ഞാൻ നിൽക്കുന്ന സ്ഥലം ഇറ്റലിയിലെ ടൂറിൻ അല്ലെങ്കിൽ ടൊറിനോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ടൊറിനോയിൽ തന്നെ ഏറ്റവും വലിയൊരു ഫ്ലീ മാർക്കറ്റ് ആണ് ഇത്. പോർത്ത പ്ലാസ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഭയങ്കര ഫ്രഷ് ആണ് ഇവിടെ. പിന്നെ ഓരോ സീസൺ അനുസരിച്ച് ആ സീസണിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ഇവിടെ ഉണ്ടാവാറുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ എപ്പോഴും എല്ലാ വെജിറ്റബിൾസും അവൈലബിൾ ആണ്. ആപ്പിളൊക്കെ കണ്ടോ, കുറേ ടൈപ്പ് ഉണ്ട്. ആപ്പിൾ, കിവി, ഇതൊക്കെ ഭയങ്കര വിലക്കുറവാണ് ഇവിടെ. ഒരു 1 കിലോ അല്ലെ 2 കിലോ 1 യൂറോ അങ്ങനെയൊക്കെ വെച്ചിട്ട് കിട്ടാറുണ്ട് ചില സമയങ്ങളിൽ. മാക്സിമം പോയാൽ 2 യൂറോ, അതിൽ കൂടുതൽ ആപ്പിളിന് വില അങ്ങനെ വരാറേയില്ല. ലൈക്ക് 2 കിലോ 2 യൂറോ ഒക്കെ കിട്ടും അങ്ങനെ. ഇത് കണ്ട നല്ല കിടിലൻ റാഡിഷ്, പിന്നെ കുറേ ലീഫി വെജിറ്റബിൾസ് ഉണ്ട്. Mica! Buongiorno! Buongiorno. Ciao. Tutto bene? Vuole dare un po' di insalata, metterci 2 euro? അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. എനിക്ക് തോന്നുന്നു സൂപ്പർ മാർക്കറ്റ്സിനേക്കാളും കൂടുതലും വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. പല പല ടൈപ്പ് ലെമൺ സാധനങ്ങൾ ഇവിടെ കിട്ടാറുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ ജസ്റ്റ് ഞാൻ വന്ന് കറങ്ങിയൊക്കെ നടക്കും. ഇത് കണ്ടോ, ചീനി. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ചീനി എന്നാ പറയാറുള്ളത്. ചില ആൾക്കാർ കപ്പയെന്നും പറയും. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ള സാധനമാണ് ഈ ചീനിയും മീൻകറിയും. ഈ പുള്ളി അതെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാളത് മുറിച്ചൊക്കെ കാണിച്ചു കൊടുത്തു, ഇതെന്താണ് സംഭവം എന്ന്. കണ്ടോ, പുള്ളിക്കാരന് അത് അത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. പുള്ളി പോകുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ കണ്ട് കണ്ട് നടന്നു. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം Ciao. വാങ്ങിച്ചു. എല്ലാവരും കാണുമ്പോൾ ഒക്കെ ചാവോ പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യാറുണ്ട്. ഞാനിവിടെ വന്ന ആദ്യ ടൈമിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇറ്റാലിയൻ അറിയില്ല. പുറത്ത് പോയൊരു സാധനം വാങ്ങണമെങ്കിൽ സാധനങ്ങളുടെ പേരറിയത്തില്ല. ഞാൻ ശരിക്കും ഇറ്റാലിയൻ്റെ സ്റ്റാർട്ടിങ് പഠിച്ചതൊക്കെ ഈ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ്. കാരണം ഇവിടെ വന്ന് സാധനങ്ങളുടെ പേരൊക്കെ, ഇവിടെ അത്യാവശ്യം സാധനങ്ങളുടെ പേരൊക്കെ ഇങ്ങനെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് എത്ര കിലോ, എത്ര യൂറോ ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പം അതൊക്കെ നോക്കി നോക്കി കണ്ടാണ് ഞാൻ അത്യാവശ്യം സാധനങ്ങളുടെ പേര് പഠിച്ചതും. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് അത്ര ഷൈ ആവത്തില്ല നമുക്ക് സ്റ്റാർട്ടിങ് സംസാരിക്കാൻ. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിട്ടാണ് കൂടുതലും ബേസിക് സാധനങ്ങളുടെയൊക്കെ പേര് പഠിച്ചതും ഈ 1, 2, 3 കൗണ്ട് ചെയ്യാനൊക്കെ പഠിച്ച്
കൗണ്ട് ചെയ്യാൻ പഠിച്ചത് നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യണമല്ലോ. അതൊക്കെ ഞാൻ ഇവിടെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷനിൽ നിന്ന് ഇറങ്ങി. ഇത് കണ്ടോ? ഇത് ചീസും മിൻസ്ഡ് മീറ്റ് അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. ഇവിടുന്ന് ഈ പെസ്കിയറ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഫിഷ് ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ഫിഷും മീറ്റും ഒക്കെ ആ ഒരു സെക്ഷനിലുണ്ട്. ഈ ഒരു മാർക്കറ്റിന്റെ 2 സൈഡിലും ഉണ്ട്. അതിലൊരു ഏരിയ ആണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫിഷിന്റെ അടുത്തേക്ക് ഞാനിന്ന് പോകുന്നില്ല. കാരണം ഭയങ്കര ടയേർഡ് ആവും. ഒരുപാട് നടക്കാനുണ്ട്. വലിയൊരു സ്ക്വയർ ആണിത്. ഈ ഒരു സ്ക്വയറിൽ ഫുൾ ഇതേപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ ചോക്ലേറ്റ്സ്, ഡ്രസ്, ബാഗ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. എല്ലാം ഒന്നും ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോവും. ഞാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഞാൻ ആ ഒരു ദിവസം കവർ ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഡ്രസ്സിന്റെ സെക്ഷനിൽ നിന്ന് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു ഏരിയ ഫുൾ ഫ്ലവേഴ്സും പ്ലാന്റ്സും ബൊക്കെയൊക്കെയാണ്. ഇവിടുത്തെ ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഫ്ലവേഴ്സിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടുത്തെ വീടുകളുടെ ബാൽക്കണീസ് ഒക്കെ നോക്കിയാൽ അറിയാം, നിറച്ച് ഈ സമ്മർ സീസൺ ആകുമ്പം അല്ലെങ്കിൽ സ്പ്രിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര രസമായിരിക്കും. ഇവിടെ കാണാൻ നല്ല രസമുള്ള ഫ്ലവേഴ്സും അതുപോലെ തന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ബൊക്കേസ് ഒക്കെ അവർ റെഡിയാക്കി തരും. ഈ ഫ്ലവർ ഉണ്ട്, നല്ല രസമുണ്ട്. എന്ത് ഫ്ലവറാണെന്ന് അറിയത്തില്ല, പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ട് കുഞ്ഞു ഫ്ലവർ, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇത് വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ ഇതിന്റെ കുറച്ച് ഭാഗമേ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. ഫുൾ കാണിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. പിന്നെ വീഡിയോയും കുറേ ലെങ്തി ആയിപ്പോവും. അങ്ങനെ ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നാട്ടിലെ പോലെ ഇവിടെ സ്വന്തമായിട്ട് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ബസ്സിലൊക്കെ കയറി പിടിച്ച് പോകണം. അപ്പോൾ ഈ വാങ്ങിയ സാധനങ്ങളൊക്കെ റൂമിൽ എത്തിക്കുക എന്ന് പറയുന്നതാണ് ഇനി അടുത്ത ടാസ്ക്. Attenzione qua, rubare, si donano corri, prendi la mano, attenzione. പുള്ളി പറഞ്ഞത് ഫോൺ ക്യാമറ ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ സൂക്ഷിക്കണം, ഇവിടെ ഫുൾ കള്ളന്മാരാണ്, ടക്ന്ന് പിടിച്ചോണ്ട് ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, പുറകിൽ ഓടാൻ പോലും പറ്റില്ല എന്നാ. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വന്ന ടൈമിൽ എൻ്റെ ഫോൺ പോക്കറ്റിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ടാണ് നടക്കുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഇനിയുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ്.